ശ്രീ ജെ പി നായരാണ്. ശ്രീ ജെ പി നായർ പൂജപ്പുരയിൽ നിന്നാണ്. ശ്രീ ജെ പി നായർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? പൊതുവെ സമൂഹത്തിന് അറിയാവുന്ന ബോധ്യമുള്ള വിഷയങ്ങൾ പോലും അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഇവരെയൊക്കെ പിന്തുണച്ചുകൊണ്ട് കുറേ ആളുകൾ രംഗത്തിറങ്ങുന്നു. അല്ല, ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് എല്ലാവർക്കും പ്രദർശിപ്പിക്കാനാണ് നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയിരിക്കുന്നത്. ഇപ്പം ലോകാരാധ്യനായ പ്രധാനമന്ത്രിയെ ഏതെല്ലാം വിധത്തില് ഈ സമരത്തിന്റെ പേരില് പ്രായപൂർത്തി പോലും ആകാത്ത കൊച്ചു പെൺകുട്ടികൾ ഉൾപ്പെടെ ആക്ഷേപിച്ചു. പിന്നീട് അവര് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഞങ്ങളെ കൊണ്ട് പറഞ്ഞു പറയിച്ചതാണ്, സോറി, ക്ഷമിക്കണം, അതായത് എന്നൊക്കെ പറയുന്നു. അപ്പൊ അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ശ്രീ മോഹൻദാസ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അതിന്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞെന്താണെന്ന് കേട്ടോ? അതെ, അയാൾ പറഞ്ഞ എന്താണെന്ന് മോഹൻദാസ് കേട്ടിരുന്നോ? പിന്നെ തീർച്ചയായും കേട്ടു. അപ്പൊ അതിൽ യാതൊരു കുഴപ്പവും താങ്കൾക്ക് തോന്നുന്നില്ലല്ലേ? സിറ്റുവേഷൻ ആണ്, ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ അല്ല. അദ്ദേഹം പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞ എന്താണെന്ന് വേണമെങ്കിൽ ഞാനൊന്ന് വായിക്കാം. വായിക്കൂ. താങ്കൾ കേട്ട് വായിച്ച അറിഞ്ഞില്ല എന്ന് ഞാൻ തൽക്കാലം വിശ്വസിക്കാം. കൃത്യമായ വാചകങ്ങൾ തന്നെ വായിക്കാം. അവിടെ ബലാത്സംഗം കൂട്ടബലാത്സംഗമായി നടക്കും. ദൈവം സഹായിച്ച് അതിന് പരാതി ഉണ്ടാവില്ല. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ് അവിടെ ഉള്ളത്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ട്. ഡൽഹിയിൽ സമരം ചെയ്ത ഈ ടി ജി മോഹൻദാസിന്റെ കൊച്ചുമക്കളുടെ പോലും പ്രായമില്ലാത്ത ഇന്ത്യയിലെ പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞ വാചകമാണ്. അങ്ങനെ പറയുന്ന ഒരാളെ എങ്ങനെയാണ് അങ്ങനെ പറഞ്ഞത് തെറ്റ് തന്നെയാണ്. കാരണം നമുക്കിപ്പം അയാളെ അങ്ങനെ പറഞ്ഞ ഒരാളെ ന്യായീകരിക്കാൻ വരിക എന്ന് പറയുമ്പോൾ അതിനൊരു ഞാൻ പറഞ്ഞത് ഒരു അഭിപ്രായം. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമാണോ? താങ്കൾ പറഞ്ഞോളൂ. ഇതൊക്കെ ഓരോരുത്തരുടെയും ലോജിക്കാണ്. ഞാൻ അത് ലോജിക്കല്ല ശ്രീ ജെ പി നായർ, ഇത് ഉള്ളിൽ കിടക്കുന്ന വിഷമാണ്. ഞാൻ വളർന്നു വന്ന സാഹചര്യം, എന്റെ സാംസ്കാരിക തനിമ, എനിക്ക് മറ്റുള്ളവരോടുള്ള പ്രതിബദ്ധത, ബഹുമാനം, ഇതിനെയൊക്കെ ആശ്രയിച്ചാണ്. ശ്രീ മോഹൻദാസ് നമ്മളൊക്കെ അറിയുന്നിടത്തോളം അദ്ദേഹം RSSന്റെ ഒക്കെ ഒരു താത്വികാചാര്യനാണ്. അതൊരു സ്ലിപ്പ് ഓഫ് ടങ് ആണെങ്കിൽ കൂടെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ശ്രീ ജെ പി നായർ, താങ്കളോട് ചോദിക്കട്ടെ, താങ്കൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പൊതു ക്യാമറയ്ക്ക് മുന്നിലിരുന്ന്, ഇനി രഹസ്യമായി പറഞ്ഞാൽ പോലും തെറ്റ്, അത് പോട്ടെ, ഞാൻ രഹസ്യമായിട്ടൊക്കെ പറയുന്ന ആളുകളൊക്കെ കാണും, പക്ഷെ ഒരു ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് പൊതുസമൂഹത്തോട് പറയുകയാണ് ഈ മട്ടിൽ അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളുടെ പ്രായമാകാനുള്ള കുട്ടികളാണ് അവിടെ സമരം ചെയ്തത്. ആ കുട്ടികൾ എന്ത് ചെയ്തോട്ടെ, അവരുടെ സമരത്തെ അനുകൂലിക്കണമെന്നും എതിർക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അവരെന്ത് ചെയ്തോട്ടെ, അവരെക്കുറിച്ച് ഇമാതിരി അശ്ലീലം വിളിച്ചു പറയണമെങ്കിൽ എത്രത്തോളം വലിയ വിഷമായിരിക്കും അയാളുടെ ഈ മസ്തിഷ്കത്തിനകത്ത് ഉണ്ടാവുക? അതെങ്ങനെയാണ് താങ്കൾക്ക് ന്യായീകരിക്കാൻ കഴിയുക? ഞാൻ അതിനെയല്ല ന്യായീകരിക്കുന്നത്. അശ്ലീലം ആര് പറഞ്ഞാലും അത് അപലപനീയമാണ്, അതിനകത്തൊരു സംശയവും ഇല്ല. രണ്ട് കൂട്ടർക്ക് രണ്ട് നിയമമൊന്നും പാടില്ല. അതുപോലെയാണോ ഡൽഹിയിലെ സമരം ചെയ്ത കൊച്ചുപിള്ളേർ? പ്രധാനമന്ത്രി അദ്ദേഹം ജനിച്ചിട്ട് ശ്രീ ജെ പി നായർ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? അല്ലല്ല, എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ? താങ്കൾ പറഞ്ഞ ഡൽഹിയിൽ സമരം ചെയ്ത 10-18 വയസ്സുള്ള കുട്ടികൾ, അവരാരെങ്കിലും സമരം ചെയ്തപ്പോൾ ആരെക്കുറിച്ചെങ്കിലും, പ്രധാനമന്ത്രിയെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ ഏതെങ്കിലും പറഞ്ഞു? അല്ലല്ല, ഞാൻ പറയില്ല, ഞാൻ അതിനെ ന്യായീകരിക്കുന്നേയില്ല. അവരേതെങ്കിലും ഒരു തെറിയോ അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കോ പറയുന്നത് പോലെയാണോ ജീവിതത്തിന്റെ അവസാനത്തോടടുക്കുന്ന 10-70 വയസ്സിന് മേൽ പ്രായമുള്ള ഒരു മനുഷ്യൻ വന്നു നിന്നിട്ട് കൊച്ചുമകളുടെ പ്രായമുള്ള പെൺകുട്ടികളെ കുറിച്ച് ഈ മട്ടിൽ പറയുന്നത്? മറ്റേത് അവരവരുടെ ദേഷ്യം കൊണ്ട്, ചെറുപ്രായത്തിൽ കുട്ടികൾ ദേഷ്യം വരുമ്പോൾ അവർ ചിലപ്പോൾ അവർക്ക് അധികാരത്തിലിരിക്കുന്ന ആളുകളെ ചിലപ്പോൾ തെറി പറഞ്ഞിരിക്കും, അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ അവരെ തിരുത്തണം. പക്ഷെ ഇയാളെ തിരുത്താൻ പറ്റും? നിയമം അനുസരിച്ച് ലോ ഷുഡ് ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. അങ്ങനെയല്ല, ലോ രണ്ടുപേർക്ക് ഒരേ നിയമം ബാധകം അല്ലല്ലോ ശ്രീ ജെ പി നായർ. ഒരു 18 വയസ്സുള്ള ഒരു കുട്ടി തെറി പറയുന്നതും ഒരു 70 വയസ്സുകാരൻ വന്ന് പറയുന്നതും രണ്ടും ഒരുപോലെ കാണാൻ പറ്റുമോ നിയമത്തിന്? സ്ത്രീകളെ കുറിച്ച് ഒരാൾ മോശമായി പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാരതാംബ എന്നൊക്കെ പറയുന്നതിന്റെ തന്നെ കാരണം നമ്മൾ നമ്മുടെ രാഷ്ട്രത്തിന് പോലും കൊടുക്കുന്ന ആ സ്ത്രീയുടെ ആ ഒരു പരമോന്നത ബഹുമതിയുടെ പ്രതീകമായിട്ടാണ്. അപ്പൊ സ്ത്രീയെ ആക്ഷേപിക്കാന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും അമ്മയെ ആക്ഷേപിക്കലാണ്, രാഷ്ട്രത്തെ ആക്ഷേപിക്കലാണ്, സാഹോദര്യത്തെ ആക്ഷേപിക്കലാണ്. അതൊക്കെ തെറ്റ് തന്നെയാണ്, ഒരു സംശയവും ഇല്ല. പക്ഷെ നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അതിലിപ്പോ ഒരാളെ തെറി വിളിക്കാം, തന്തയ്ക്ക് വിളിക്കാം, ഏത് വിധത്തിൽ വേണേ ആക്ഷേപിക്കാം. താങ്കൾ പറഞ്ഞു വരുന്നതിന് ആകെ കൂടിയൊരർത്ഥം വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, ഇയാൾ ചെയ്തതിനെ, മോഹൻദാസ് ചെയ്തതിനെ പരോക്ഷമായി ന്യായീകരിക്കുന്ന പോലെയാണ്. ഒരു 10-18 വയസ്സുള്ള കുട്ടികൾ തെറി പറയുന്നതിനെയും 10-70 വയസ്സ് കഴിഞ്ഞ ഒരാൾ വലിയ സമാധാരണീയനായ പരിപക്വനായ ഒരു വന്ധ്യവയോധികനാണ്. അയാൾ സമാദരണീയനും പരിപക്വനും ഒന്നും അല്ല. അത് വിട്, സമാദരണീയനും അല്ല പരിപക്വനും അല്ല, വന്ധ്യവയോധികൻ എന്നത് വേണമെങ്കിൽ അംഗീകരിക്കാം പ്രായം കൊണ്ട്. അല്ലാതെ സമാദരണീയനും അല്ല പരിപക്വനും അല്ല. സമാദരണീയനും പരിപക്വനുമായ മനുഷ്യരാരും ഇത്തരം വൃത്തികേടുകൾ പറയുന്നില്ല. എത്രയോ നേതാക്കളുണ്ട് ആ പാർട്ടിയിൽ. ആ പാർട്ടിക്കാരെങ്കിലും ഇങ്ങനെ പറയുമോ?
സ്ത്രീവിരുദ്ധമായ ഒരു കമന്റ് ഇപ്പം മോഹൻ ഭാഗവത് ജി പറഞ്ഞാൽ ഉൾപ്പെടെ അതിനെ എതിർക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. മോഹൻ ഭാഗവത് ഒന്നും അങ്ങനെ അഭിപ്രായം പറയുന്ന ഒരാളല്ല. അദ്ദേഹത്തിനൊക്കെ അദ്ദേഹം ഒരു ഉത്തരവാദപ്പെട്ട സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അല്ല, അദ്ദേഹം പറഞ്ഞാൽ എതിർക്കണമെന്ന് പറഞ്ഞാൽ മോഹൻ ഭാഗവത് ഒന്നും അങ്ങനത്തെ അഭിപ്രായം പറയുന്ന ആളല്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള ആളാണ്. അതിനെ ഈ ടി ജി മോഹൻദാസുമായിട്ട് മോഹൻ ഭാഗവതിനെ ഒന്നും കൊണ്ട് കമ്പയർ ചെയ്യരുത്. ആ പാർട്ടിക്ക് നാണക്കേടാണ്, എല്ലാവർക്കും നാണക്കേടാണ്. അദ്ദേഹം പറഞ്ഞാൽ പോലും നമ്മൾ എതിർക്കണം. അതാണ് നമ്മുടെ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം അതാണ്. ഇപ്പൊ കൗരവ സഭയിൽ നഗ്നയാക്കപ്പെട്ട പാഞ്ചാലി, അവളുടെ ആ വിലാപമാണ് പിന്നെ എന്താ പറയുന്ന ഒരു കുരുക്ഷേത്ര യുദ്ധത്തിന് പോലും വഴിതെളിച്ചത്. കാരണം നമ്മളുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് സ്ത്രീയെ ബഹുമാനിക്കുന്ന സംസ്കാരമാണ്. ആ സംസ്കാരത്തിന് ആര് എന്ത് വിഘ്നം വരുത്തിയാലും ശരി അപലപനീയമാണ്. പക്ഷെ രണ്ട് നിയമങ്ങൾ പാടില്ല. എന്ത് രണ്ട് നിയമം ശ്രീ ജെ പി നായർ? ഞാനത് ആവർത്തിച്ച് ചോദിച്ചു, എന്ത് രണ്ട് നിയമം? 10-18 വയസ്സുള്ള പിള്ളേർ തെറി പറയുന്നതും 75 വയസ്സുള്ള നിങ്ങൾ ഈ പറയുന്ന പരിപക്വൻ എന്നൊക്കെ പറഞ്ഞ ആൾ രണ്ടും തെറി പറയുന്നത് ഒരുപോലെയാണ്? രണ്ടും ഒരുപോലെ അല്ല. ലേഡി എന്തൊക്കെയാണ് പറഞ്ഞത്, എന്നിട്ട് അവർ ഇപ്പോഴും കിടന്ന് ഷൈൻ ചെയ്യുന്നില്ലേ, പൊളയുന്നില്ലേ? അവർക്കെതിരെ എന്ത് നിയമമാണ്? എത്ര FIR അവർക്കെതിരെ ഈ സ്റ്റേറ്റ് മൊത്തം ഫയൽ ചെയ്തു, എന്നിട്ട് കേസെടുക്കാത്തത്? അപ്പൊ നമ്മള് സൗകര്യപൂർവ്വം നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഒരു രാഷ്ട്രീയമൊന്നുമല്ല. ഇതിനകത്ത് രാഷ്ട്രീയം? ഈ മോഹൻദാസിനൊക്കെ എന്ത് രാഷ്ട്രീയം? അശ്ലീലം വഷളത്തരം പറയുന്നതൊക്കെ എന്ത് രാഷ്ട്രീയം? അയാൾക്ക് ഒരു രാഷ്ട്രീയവും വഷളത്തരം ഇവിടെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, എത്രയോ രാഷ്ട്രീയക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്റെ ഓർമ്മയിൽ അടുത്ത കാലത്ത് കേരളത്തിലെ മാത്രമാണ് എനിക്കെല്ലാമെന്ന് പറഞ്ഞ മന്ത്രിമാരില്ലേ? ശ്രീ ജെ പി നായർ, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ മോഹൻദാസ് പറഞ്ഞ പോലെ വഷളത്തരം എന്റെ അറിവിൽ ഈ അടുത്ത കാലത്ത് ഒരു രാഷ്ട്രീയ നേതാവും പറഞ്ഞിട്ടില്ല, ഒരു പാർട്ടിയുടെ നേതാവും പറഞ്ഞിട്ടില്ല. ബലാത്സംഗം ചെയ്യണം എന്നൊക്കെ പറയുന്നത് അത് വിവരക്കേടാണ്, അതിനകത്തൊരു സംശയവും ഇല്ല, അത് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ പറയുന്നത് രണ്ട് നിയമങ്ങൾ പാടില്ല. താങ്കളുടെ അഭിപ്രായം താങ്കൾക്ക് ഇങ്ങനെ അദ്ദേഹത്തെ ന്യായീകരിക്കേണ്ട ഒരു ചെറിയ ബാധ്യത താങ്കൾക്കുണ്ടെന്ന് തോന്നുന്നു. ശരി, ഇല്ല, ഒരിക്കലും ഇല്ല. തെറ്റ് ചെയ്യുന്നതും തെറ്റാ. ഞാൻ എന്റെ സംസ്കാരത്തെ, എന്റെ നാടിനെ, എന്റെ അമ്മയെ. ശരി, എന്നാലും പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നുള്ള അവർ തീരുമാനിച്ചോട്ടെ, ഞാൻ വിടുന്നു. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ടി ജി മോഹൻദാസിനെ പോലെ ഒരാൾ വിളിച്ചു പറഞ്ഞ അശ്ലീലം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് ഒരിക്കലും പറയാൻ കഴിയാത്ത അശ്ലീലങ്ങളൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ഇങ്ങനെയുള്ള ഒരാളുടെ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. പെൺകുട്ടികളെ പരസ്യമായിട്ട് ആക്ഷേപിക്കുന്ന എത്ര വലിയ മനുഷ്യനായാലും വ്യക്തിയായാലും അത് തെറ്റ് തന്നെയാണ് സാർ. അത് കൂടാതെ തന്നെ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളെ ആക്ഷേപിക്കുന്നതും അവർക്ക് കൂട്ടുനിൽക്കുന്നതും വളരെ മോശമായിട്ടുള്ള രീതിയാണ്. അവരെ തിരുത്താനാണ് സാർ നോക്കേണ്ടത്. അവർ വീണ്ടും തെറ്റിലേക്ക് പറഞ്ഞു വിടാനായി സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ വീണ്ടും തെറ്റിലേക്ക് പോവുകയാണ്. അവരെ തിരുത്തണം സാർ. അതിന് പകരം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ലൈക്ക് അടിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ വീണ്ടും പഴയ വഴി തന്നെ പോയാൽ മതി എന്ന് പറയുന്നത് തെറ്റാണ് സാർ. ഇത് ഏതായാലും വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.